Hi friends, welcome to Edumendo. In this video, we'll be going through the syllabus analysis of the subject Compiler Design of 2019 scheme KTU. അപ്പോൾ ഫസ്റ്റ് സിലബസിലോട്ടൊക്കെ പോണതിന് മുന്നായിട്ട് let me tell you what is Compiler Design. Compiler Design എന്ന് പറയുന്നത് നമ്മൾ കമ്പൈലേഴ്സിനെ പറ്റി പഠിക്കുന്ന സബ്ജക്റ്റ് ആണ്. അതായത് ഒരു കമ്പൈലർ എന്താണ്, കമ്പൈലർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ കമ്പൈലർ എങ്ങനെയാണ് എഴുതുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പൈലർ യൂസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് എ കമ്പൈലർ? കമ്പൈലർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ് കമ്പൈലർ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഗ്രാം റിട്ടൺ ഇൻ വൺ ലാംഗ്വേജിനെ വേറൊരു ലാംഗ്വേജിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ് കമ്പൈലർ എന്ന് പറയുന്നത്. സോ ആക്ച്വലി കമ്പൈലർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് കമ്പൈലർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രോഗ്രാം തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിന് വേറൊരു പ്രോഗ്രാമിലോട്ടേക്ക്, അതായത് ഒരു പ്രോഗ്രാം റിട്ടൺ ഇൻ വൺ ലാംഗ്വേജിനെ വേറൊരു ലാംഗ്വേജിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ലേറ്റർ ആണ് കമ്പൈലർ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ എന്ന് വിചാരിക്കാം. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, മലയാളം മാത്രമേ അറിയുള്ളൂ എന്ന് വെക്കാം. സോ എനിക്ക് നോർത്തിലുള്ള ഹിന്ദി മാത്രം അറിയാവുന്ന ഏതെങ്കിലും ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല, അല്ലെ? കാരണം എനിക്ക് മലയാളം അറിയുള്ളൂ, അയാൾക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ മലയാളത്തിൽ സംസാരിക്കണേന് ഹിന്ദിയിലോട്ടേക്ക് ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താലാണ് അയാൾക്ക് മനസ്സിലാവുള്ളൂ, അല്ലെ? അപ്പൊ അവിടെ ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആവശ്യമുണ്ട്. ആ സെയിം കേസ് തന്നെയാണ് ഇവിടെ കമ്പൈലേഴ്സിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ യൂസേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻസ് നമ്മൾ എഴുതുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ C++, ജാവ, പൈത്തൺ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജിലായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ ആ ലാംഗ്വേജിന് കമ്പ്യൂട്ടർക്ക് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് ലോ ലെവൽ ലാംഗ്വേജ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഴുതിയേക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജിനെ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലോ ലെവൽ ലാംഗ്വേജിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം. ആ ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നടത്തുന്നത് കമ്പൈലേഴ്സ് ആണ്. ഓക്കെ, സോ ഐ ഹോപ്പ് നൗ യു നോ വാട്ട് ഇസ് എ കമ്പൈലർ, റൈറ്റ്? ഇനി ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്പൈലർ ആൻഡ് ലെക്സിക്കൽ അനാലിസിസ് ആണ്. അതായത് ഈ മൊഡ്യൂളിൽ രണ്ട് പാർട്സ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ കമ്പൈലേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പഠിക്കുന്നത്. അതായത് കമ്പൈലർ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് കമ്പൈലർ യൂസ് ചെയ്യുന്നത്, കമ്പൈലറും ഇന്റർപ്രറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതുപോലെ കമ്പൈലർ എങ്ങനെയാണ് ഒരു സോഴ്സ് പ്രോഗ്രാമിനെ അനലൈസ് ചെയ്യുന്നത്, അനാലിസിസ് ഓഫ് എ സോഴ്സ് പ്രോഗ്രാം. ഒരു സോഴ്സ് പ്രോഗ്രാം അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു ലാംഗ്വേജിനെ വേറൊരു ലാംഗ്വേജിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യണ ആ ഒരു ട്രാൻസ്ലേഷൻ ആണ് കമ്പൈലർ നടത്തുന്നത്. അപ്പൊ കമ്പൈലർ ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ്, അതായത് ഏത് ലാംഗ്വേജിനെയാണോ നമ്മൾ കൺവേർട്ട് ചെയ്യണത്, ഏത് പ്രോഗ്രാമിനെയാണോ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, ആ പ്രോഗ്രാമിനെ നമ്മൾ സോഴ്സ് പ്രോഗ്രാം എന്നും അതിനെ നമ്മൾ ഏത് പ്രോഗ്രാമിലോട്ടേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ പ്രോഗ്രാമിനെ നമ്മൾ ടാർഗറ്റ് പ്രോഗ്രാം എന്നും പറയും. സോ ഒരു സോഴ്സ് പ്രോഗ്രാമിനെ ടാർഗറ്റ് പ്രോഗ്രാം ആയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു സോഴ്സ് പ്രോഗ്രാം കിട്ടിയാൽ ആ സോഴ്സ് പ്രോഗ്രാമിനെ എങ്ങനെയാണ് കമ്പൈലർ അനലൈസ് ചെയ്യുന്നത്? രണ്ട് തരത്തിലാണ് ഈ അനാലിസിസ് നടക്കുന്നത്. അനാലിസിസ് ഫേസ് ഉണ്ട്, സിന്തസിസ് ഫേസ് ഉണ്ട്. അങ്ങനെ 2 phases ആയിട്ടാണ് ഈ സോഴ്സ് പ്രോഗ്രാമിനെ ടാർഗറ്റ് പ്രോഗ്രാമിലോട്ടേക്ക് കൺവേർഷൻ നടത്തുന്നത്. ഈ രണ്ട് ഫേസുകളെ നമുക്ക് അഗൈൻ ഡിവൈഡ് ചെയ്ത് കാട്ടാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു ഫിഗർ കാട്ടിത്തരാം. ഇതാണ് ആക്ച്വലി ഫേസസ് ഓഫ് എ കമ്പൈലർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 6 ഫേസസ് കാണാൻ പറ്റും. ഫസ്റ്റ് ഫേസ് ഈസ് ലെക്സിക്കൽ അനലൈസർ, സെക്കൻഡ് ഫേസ് ഈസ് സിന്റാക്സ് അനലൈസർ, then comes a semantic analyzer, then comes a intermediate code generator, then the code optimizer and finally the code generator. അപ്പൊ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇങ്ങനെ 6 phases ആയിട്ടും ചില ടെക്സ്റ്റ് ബുക്കുകളിൽ 7 phases ആയിട്ടും കാണാൻ പറ്റും. അത് ഞാൻ ഫേസസ് ഓഫ് ദ കമ്പൈലർ പഠിപ്പിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഫേസസ് ഓഫ് ദ കമ്പൈലർ എന്ന് പറയുന്നത് ഇങ്ങനെ 6 phases ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതില ആദ്യത്തെ 4 ഫേസുകൾ ലെക്സിക്കൽ, സിന്റാക്സ്, സിമാന്റിക് ആൻഡ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ, ഈ 4 ഫേസുകളെയാണ് നമ്മൾ അനാലിസിസ് ഫേസസ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന 2 ഫേസുകൾ കോഡ് ഒപ്റ്റിമൈസറും കോഡ് ജനറേറ്ററും, ആ 2 ഫേസിനെയാണ് നമ്മൾ സിന്തസിസ് ഫേസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ടോട്ടൽ 2 ഫേസ്, അനാലിസിസ് ഫേസ് ആൻഡ് സിന്തസിസ് ഫേസ് എന്ന് പറയുന്നത്. ബട്ട് ഫേസസ് ഓഫ് എ കമ്പൈലർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു ഫിഗറും ഈ 6 ഫേസസും ആണ്
എഴുതേണ്ടത്. ഇനി സിമ്പിൾ ടേബിൾ മാനേജറും എറർ ഹാൻഡ്ലറും എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് പിന്നീട് ആ ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ ആദ്യം ഈ ഫേസസ് എന്താണെന്നുള്ളത് ഈ പേരുകളൊന്ന് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം. എന്നാലാണ് നമുക്ക് സിലബസ് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഫിഗർ ഒന്ന് കാട്ടിയത്. നൗ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ സിലബസ്. ഇപ്പൊ നിങ്ങൾക്ക് മൊഡ്യൂൾ 1 നോക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ ടു കമ്പൈലേഴ്സ് ആണ്. അപ്പൊ അതിൽ കമ്പൈലർ ഒരു സോഴ്സ് പ്രോഗ്രാമിനെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു, അതുപോലെ ഒരു കമ്പൈലറിന്റെ ഫേസസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു കമ്പൈലറിൽ പഠിക്കണം. പിന്നെ അതുപോലെ വരുന്ന ഒരു ടോപ്പിക്കാണ് കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ്. അതിന് നമ്മൾ കമ്പൈലർ കൺസ്ട്രക്ഷൻ ടൂൾസ് എന്നും പറയും. അതായത് കമ്പൈലർ നമ്മൾ എഴുതുന്നത്, കമ്പൈലർ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ആണെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ എഴുതുന്നത് ഏതെങ്കിലും ഒരു ലാംഗ്വേജിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ ആ കൺസ്ട്രക്ഷൻ ടൂൾസ് അല്ലെങ്കിൽ കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ് എന്താണെന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ. അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് പലതവണ യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഈ ഫേസസ് ഓഫ് ദ കമ്പൈലർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുവിധം എല്ലാ എക്സാംസിനും എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. പിന്നെ അതുപോലെ ബൂട്ട് സ്ട്രാപ്പിങ്ങും 2-3 തവണയൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും പോർഷൻ ആണ് ഫസ്റ്റ് പാർട്ട് ഓഫ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്, അതായത് ഇൻട്രൊഡക്ഷൻ ടു കമ്പൈലറിൽ വരുന്നത്. ഇനി അങ്ങോട്ടേക്ക് ഈ എൻറ്റയർ സബ്ജക്റ്റിൽ ഇനി നിങ്ങൾ പഠിക്കാൻ പോണത് ഈ ഫേസസ് ഓഫ് ദ കമ്പൈലർ ആണ്. അപ്പൊ ഫേസസ് ഓഫ് ദ കമ്പൈലറിൽ നേരത്തെ ഫിഗർ കാട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു 6 ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ 6 ഫേസില് ഫസ്റ്റ് ഫേസ് എന്തായിരുന്നു? ലെക്സിക്കൽ അനാലിസിസ്. അതാണ് ഫസ്റ്റ് ഫേസ്. അപ്പൊ ആ ഒരു ഫസ്റ്റ് ഫേസ് ഓഫ് ദ കമ്പൈലർ ആണ് മൊഡ്യൂൾ 1 റെസ്റ്റ് ഓഫ് ദ പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലെക്സിക്കൽ അനാലിസിസ് എന്താണ്? ലെക്സിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ലെക്സിക്കൽ അനലൈസർ ആണ്. അപ്പൊ ആ ലെക്സിക്കൽ അനലൈസറിന്റെ റോൾ എന്താണ്? അതുപോലെ ഇൻപുട്ട് ബഫറിംഗ്. ലെക്സിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇൻപുട്ട് ബഫറിംഗ്. അപ്പൊ ഇൻപുട്ട് ബഫറിംഗ് എന്താണെന്നുള്ളത് ഇത് ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഇൻപുട്ട് ബഫറിംഗിൽ എസ്പെഷ്യലി അതിന്റെ അകത്തൊരു ടോപ്പിക് വരുന്നുണ്ട് സെന്റിനൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സെന്റിനൽസ് ഇൻപുട്ട് ബഫറിംഗിൽ എന്തിനു വേണ്ടിയിട്ടാണ് സെന്റിനൽസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ഇൻപുട്ട് ബഫറിംഗ് എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പിന്നെ അതുപോലെ സ്പെസിഫിക്കേഷൻ ഓഫ് ടോക്കൺസ് ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് ടോക്കൺസ്. അതായത് ഈ ലെക്സിക്കൽ അനലൈസർ എന്ന് പറയുന്ന ഫേസിൽ ആ ഒരു ഫേസിലോട്ട് നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനെ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഇൻപുട്ട് ആയി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് കുറച്ച് ടോക്കൺസ് ആയിരിക്കും. ടോക്കൺ എന്താന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, ലെക്സിക്കൽ അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറെ ടോക്കൺ കിട്ടും. അപ്പൊ പല ടൈപ്പ് ഓഫ് ടോക്കൺസ് ഉണ്ടാവും. അപ്പൊ ഒരു ടോക്കന് എങ്ങനെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്, അതാണ് സ്പെസിഫിക്കേഷൻ ഓഫ് ടോക്കൺസിൽ നമ്മൾ പഠിക്കാൻ പോണത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു ടോക്കനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ പല ടൈപ്പ് ഓഫ് ടോക്കൺസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് ഏത് ടോക്കനാണെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അത് ഏത് ടോക്കനാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത്, അതാണ് റെക്കഗ്നിഷൻ ഓഫ് ടോക്കൺസിൽ പഠിക്കുന്നത്. അപ്പൊ ഇത്രയാണ് മൊഡ്യൂൾ 1 ഉള്ളത്. നൗ കമ്മിങ് ഓവർ ടു ദ മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് സെക്കൻഡ് ഫേസ് ഓഫ് ദ കമ്പൈലർ, അതായത് സിന്റാക്സ് അനാലിസിസ്. ഇൻട്രൊഡക്ഷൻ ടു സിന്റാക്സ് അനാലിസിസ് ആണ് സെക്കൻഡ് മൊഡ്യൂളിൽ. അപ്പൊ സിന്റാക്സ് അനാലിസിസ് എന്താണ്? അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിന്റാക്സ് അനലൈസർ. അപ്പൊ സിന്റാക്സ് അനലൈസറിന്റെ റോൾ എന്താണ്? പിന്നെ അതുപോലെ സിന്റാക്സ് അനാലിസിസ് നടത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന എറേഴ്സ്, അതായത് സിന്റാക്സ് എറേഴ്സ്, ആ എറേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സിന്റാക്സ് അനാലിസിസിൽ പഠിക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം റിവ്യൂ ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമേഴ്സ് അല്ലെങ്കിൽ CFG. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഓൾറെഡി നിങ്ങൾ ലാസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവും, ഇൻഫൈനൈറ്റ് ഓട്ടോമാറ്റ. അപ്പൊ ആ ഒരു ടോപ്പിക്ക് നമുക്ക് ഈ മൊഡ്യൂളിൽ ആവശ്യമാണ്. ഇനി കഴിഞ്ഞ സെമ്മിൽ ശരിക്കും പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇവിടെ ഫ്രം ദ സ്ക്രാച്ച് ആണ് പഠിക്കാൻ പോണത്. ഇനി ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ തന്നു കഴിഞ്ഞാൽ ആ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ നിന്ന് എങ്ങനെ ഡെറിവേഷൻ എഴുതാം, ആ ഡെറിവേഷൻ യൂസ് ചെയ്ത് എങ്ങനെ പാഴ്സ് ട്രീ വരക്കാം, അതാണ് ഡെറിവേഷൻ ആൻഡ് പാഴ്സ് ട്രീസിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില ഗ്രാമേഴ്സിൽ ആംബിഗിറ്റി ഉണ്ടാവും. ആംബിഗിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ എന്നുള്ളത്. അതായത് ആംബിഗിറ്റി എന്താണ്, ആംബിഗിറ്റി എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ എലിമിനേറ്റിംഗ് ആംബിഗിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കുന്നത്. പൊതുവെ യൂണിവേഴ്സിറ്റി എക്സാമിന് കാണാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ഗ്രാമർ തന്നിട്ട് ആ ഗ്രാമർ ആംബിഗ്യൂസ് ആണോ അല്ലേ എന്ന് ചോദിക്കും, എന്നിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാം. അതുപോലെ തന്നെ ഒരു ഗ്രാമർ തന്നിട്ട് അതിന്റെ ആംബിഗിറ്റി എലിമിനേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടും ചോദിക്കാം. നെക്സ്റ്റ് കംസ് ദ ബേസിക് പാഴ്സിംഗ് അപ്രോച്ചസ്.
ബേസിക് പാഴ്സിംഗ് അപ്രോച്ചസ് പഠിക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ രണ്ട് കാര്യം പഠിക്കേണ്ടതാണ്. എലിമിനേറ്റിംഗ് ലെഫ്റ്റ് റിക്കേർഷൻ ആൻഡ് ലെഫ്റ്റ് ഫാക്ടറി. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ് ലെഫ്റ്റ് റിക്കേർഷൻ ആൻഡ് ലെഫ്റ്റ് ഫാക്ടറി. ഇനി ലെഫ്റ്റ് റിക്കേർഷൻ ലെഫ്റ്റ് ഫാക്ടറിയും കൺസിഡർ ചെയ്യുമ്പോൾ ആ രണ്ടെണ്ണത്തിൽ എനിക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടും കൂടുതൽ തവണ ചോദിച്ചും കണ്ടേക്കുന്നത് ലെഫ്റ്റ് റിക്കേർഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് പലപ്പോഴും പ്രോബ്ലം ആയിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അത് തിയറി ആയിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ, ഒരു ഗ്രാമർ തന്നിട്ട് അതിന്റെ ലെഫ്റ്റ് റിക്കേർഷനെ എലിമിനേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ ഒരു ഗ്രാമറിൽ നിന്ന് എങ്ങനെയാണ് ലെഫ്റ്റ് റിക്കേർഷനെ എലിമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ തിയറി എഴുതാനായിട്ടും ചോദിക്കാം. നെക്സ്റ്റ് കംസ് ടോപ്പ് ഡൗൺ പാഴ്സിംഗ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിൻടാക്സ് അനാലിസിസ് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി, അതായത് പാഴ്സ് ട്രീസിനെ ജനറേറ്റ് ചെയ്യുക. സിൻടാക്സ് അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്ന പാഴ്സ് ട്രീസ് ആണ്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പാഴ്സിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി രണ്ട് തരത്തിലുള്ള പാഴ്സിംഗ് ഉണ്ട്. മുകളിൽ നിന്ന് താഴോട്ടേക്ക് ചെയ്യുന്ന പാഴ്സിംഗ് ഉണ്ട്, താഴത്തുനിന്ന് മുകളിലോട്ടേക്കുള്ള പാഴ്സിംഗ് ഉണ്ട്. അതാണ് നമ്മൾ ടോപ്പ് ഡൗൺ പാഴ്സിംഗ് എന്നും അതുപോലെ തന്നെ ബോട്ടം അപ്പ് പാഴ്സിംഗ് എന്നും പറയുന്നത്. അപ്പൊ അതിൽ ടോപ്പ് ഡൗൺ പാഴ്സിംഗ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലും ബോട്ടം അപ്പ് പാഴ്സിംഗ് മാത്രമായിട്ട് നമ്മൾ തേർഡ് മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം പാഴ്സിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന്. ഇപ്പൊ നിങ്ങളുടെ കോളേജ് യൂണിവേഴ്സിറ്റി എക്സാമിന് മാത്രമല്ല, നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, അതല്ല ഈ ഒരു സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ എഴുതുമ്പോഴും ഈ ഒരു സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് പാഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ടോപ്പ് ഡൗൺ പാഴ്സിംഗിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് റിക്കേഴ്സീവ് ഡീസന്റ് പാഴ്സിംഗ്, അതുപോലെ പ്രെഡിക്റ്റീവ് പാഴ്സിംഗ്, അതുപോലെ അതിൽ യൂസ് ചെയ്യുന്ന ഒരു ഗ്രാമർ ആണ്, ഒരു ടൈപ്പ് ഓഫ് ഗ്രാമർ ആണ് LL1 ഗ്രാമേഴ്സ്. അപ്പൊ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് പാഴ്സിംഗ്, അതായത് ബോട്ടം അപ്പ് പാഴ്സിംഗ്, അതാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പൊ ബോട്ടം അപ്പ് പാഴ്സിംഗിൽ യൂസ് ചെയ്യുന്നതാണ് ഹാൻഡിൽ പ്രൂണിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. അതുപോലെ ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സിംഗ്. ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ബോട്ടം അപ്പ് പാഴ്സിംഗിന്റെ എക്സാമ്പിൾ ആണ്. ഈ ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സിംഗിൽ നിന്ന് ഒരുപാട് തവണ ചോദിച്ചു കണ്ടേക്കുന്ന ഒരു ചോദ്യമാണ് ടു ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ്. ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സിംഗ് നടത്തുന്ന സമയത്ത് ഉണ്ടാവാറുള്ള ഒരു ടു ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട്സ് ഏതൊക്കെയാണെന്ന്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, പലതവണ റിപ്പീറ്റ് ചെയ്ത് ആസ്ക് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ നെക്സ്റ്റ് ഈസ് ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാഴ്സിംഗ്. അതിവിടെ നമുക്ക് സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൺസെപ്റ്റ് ഓൺലി. അപ്പൊ അത് അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് അതിന്റെ കൺസെപ്റ്റ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. ഇനി ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോർഷൻ ആണ് LR പാഴ്സിംഗ്. LR പാഴ്സിംഗിന്റെ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാഴ്സിംഗ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് SLR. SLR എന്ന് പറഞ്ഞാൽ സിമ്പിൾ LR എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് LALR. LALR എന്ന് പറഞ്ഞാൽ ലുക്ക് അഹെഡ് LR. ആൻഡ് ദ തേർഡ് വൺ ഈസ് കാനോണിക്കൽ LR, അല്ലെങ്കിൽ നമ്മൾ CLR എന്ന് പറയും. സോ SLR, LALR ആൻഡ് CLR. ഈ 3 LR പാഴ്സിംഗ്സ് എങ്ങനെയാണ്, അതിന്റെ പാഴ്സിംഗ് ടേബിൾസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഈ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതല്ലെങ്കിൽ ഇതിന്റെ അകത്ത് നമ്മൾ കാനോണിക്കൽ ഐറ്റംസ് എന്നൊക്കെ പറയും, ആ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ തിയറി ആയിട്ടും ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ LALRും CLRും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഏറ്റവും പവർഫുൾ ഏതാണ്, അങ്ങനെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഈ 3 ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ തിയറിയും ആസ് വെൽ ആസ് ദ പ്രോബ്ലംസും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. നൗ കമ്മിങ് ഓവർ ടു ദ ഫോർത്ത് മൊഡ്യൂൾ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഫേസസ് ഓഫ് ദ കമ്പൈലറിൽ നമ്മൾ ലെക്സിക്കൽ അനാലിസിസ്, അതായത് ഫസ്റ്റ് ഫേസ് നമ്മൾ മൊഡ്യൂൾ 1 പഠിക്കും. സെക്കൻഡ് ഫേസ് ആയ സിൻടാക്സ് അനാലിസിസ് അത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലും തേർഡ് മൊഡ്യൂളിലും പഠിക്കും. ഇനി ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോണത് നെക്സ്റ്റ് ഫേസ്, അതായത് സിമാന്റിക് അനാലിസിസ്. അപ്പൊ സിമാന്റിക് അനാലിസിസിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ. സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷനും അതുപോലെ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ, ഈ രണ്ട് കോൺസെപ്റ്റ് നമ്മൾ സിമാന്റിക് അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു ഫേസ്, തേർഡ് ഫേസ് നമ്മൾ പഠിക്കുന്നത് ഈ ഫോർത്ത് മൊഡ്യൂളിലാണ്. അതുപോലെ ഫോർത്ത് ഫേസ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, ആ ഫോർത്ത് ഫേസും നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പൊ സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷനും അതുപോലെ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ സിൻടാക്സ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന പാഴ്സ് ട്രീസ് ഇല്ലേ, അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആക്ഷൻസും കൂടി വേണം, അതായത് കുറച്ച് ഡെഫിനിഷൻസ്. ചുരുക്കി പറഞ്ഞാൽ ഓരോ ആട്രിബ്യൂട്ട്സ് കാണുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ആക്ഷൻ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ റൂള്, ആ ഒരു റൂൾസ് ഓർ ആക്ഷൻസിനെയും കൂടി നമ്മൾ ഓഗ്മെന്റ് ചെയ്ത് കൊടുക്കും നമ്മുടെ ഗ്രാമറിന്റെ കൂടെ.
അതാണ് ഈ സിന്റാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷനും ഡെഫിനിഷനും കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു പോർഷൻ വരുന്നത് ഈ ഒരു മൊഡ്യൂളിലാണ്. ഇനി അതുപോലെ ഈ ഒരു പോർഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സും അതുപോലെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ്. അത് ഇവിടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടില്ല, പക്ഷെ അത് രണ്ടും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. അത് പലതവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ടോപ്പിക്കാണ്. ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്താണ്, അതുപോലെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് എന്താണ്. ആ രണ്ട് ആട്രിബ്യൂട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഡെഫിനിഷൻസ് പറയുന്നത്. എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ ഉണ്ട്, അതുപോലെ എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഡെഫിനിഷൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടും ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടും എന്താണെന്ന് ആദ്യം അറിയണം. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പല തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Then the next topic is bottom up evaluation of S attributed definition. അതായത് നമുക്കൊരു എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ആ എക്സ്പ്രഷന്റെ ഫൈനൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കില്ലേ, അതേപോലെ ഈ എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷന്റെ ഫൈനൽ വാല്യൂനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അത് മിക്കവാറും ഒരു പ്രോബ്ലം പോലെയാണ് വരാറ്. അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത്, സിന്റാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ. ഇതിൽ നിന്ന് എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യം സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ എഴുതാൻ പറയും. ഫോർ എക്സാമ്പിൾ ഒരു ഡെസ്ക് കാൽക്കുലേറ്ററിന്റെ സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ, സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷനെ നമ്മൾ SDD എന്ന് പറയും ഷോർട്ട് ആക്കിയിട്ട്. അപ്പോൾ SDD ഓഫ് എ സിമ്പിൾ ഡെസ്ക് കാൽക്കുലേറ്റർ എഴുതാൻ പറയാം. അതുപോലെ ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ, ആ ഒരു കൺവേർഷന് വേണ്ടിയിട്ടുള്ള SDD, അതല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ഡിക്ലറേഷന് വേണ്ടിയിട്ടുള്ള SDD. ഈ SDDs എഴുതാൻ പറഞ്ഞുകൊണ്ട് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റൺ ടൈം എൻവയൺമെന്റ്. റൺ ടൈം എൻവയൺമെന്റിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂസ്. അപ്പൊ സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ അതിൽ പല ടൈപ്പ് ഓഫ് ഇഷ്യൂസിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ആക്ടിവേഷൻ ട്രീസ് എന്താണ്, കൺട്രോൾ സ്റ്റാക്ക് എന്താണ്, ബൈൻഡിങ് ഓഫ് ദ നെയിംസ് എന്താണ്, അങ്ങനെ കുറെ ടോപ്പിക്സ് അതിന്റെ അകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റോറേജ് ഓർഗനൈസേഷൻ. ഈ സ്റ്റോറേജ് ഓർഗനൈസേഷനിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ആക്ടിവേഷൻ റെക്കോർഡ്. ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിഫറെന്റ് ഫീൽഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഫീൽഡും എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ആ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആൻഡ് നെക്സ്റ്റ് കംസ് സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസ്. ഇത് പൊതുവെ എസ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസ്. ആക്ച്വലി 3 തരത്തിലുള്ള സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്. അതായത് സ്റ്റാറ്റിക് അലോക്കേഷൻ ഉണ്ട്, സ്റ്റാക്ക് അലോക്കേഷൻ ഉണ്ട്, ഹീപ്പ് അലോക്കേഷൻ ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു 2 അലോക്കേഷൻ സ്ട്രാറ്റജീസ് 8 മാർക്സിനോ 10 മാർക്സിനോ 40 മാർക്സിനോ അങ്ങനെ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസ്. അപ്പൊ ഇത്രയാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഫോർത്ത് മൊഡ്യൂൾ. ഈ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, അതായത് നെക്സ്റ്റ് ഫേസ് ഓഫ് ദ കമ്പൈലർ, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. അതായത് നമ്മളുടെ കമ്പൈലറിന്റെ ടാസ്ക് എന്താ, ഒരു ലാംഗ്വേജിനെ ടാർഗറ്റ്, അതായത് നമ്മളുടെ സോഴ്സ് പ്രോഗ്രാമിനെ ടാർഗറ്റ് പ്രോഗ്രാം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് കമ്പൈലറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ടാർഗറ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാണ്ട് അതിന്റെ ഇടയിൽ ആദ്യം നമ്മളൊരു ഇന്റർമീഡിയറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ ഇന്റർമീഡിയറ്റ് കോഡിനെയാണ് നമ്മൾ ടാർഗറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷനെ പറ്റിയിട്ടാണ് ഈ ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ കോമൺ ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ലാംഗ്വേജസ് ഏതാണെന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് സിന്റാക്സ് ട്രീ, ഡയറക്റ്റ് അസൈക്ലിക് ഗ്രാഫ്, പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ, 3 അഡ്രസ് കോഡ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർമീഡിയറ്റ് ലാംഗ്വേജസ് ഉണ്ട്. അപ്പൊ അതിൽ സിന്റാക്സ് ട്രീയും ഡയറക്റ്റ് അസൈക്ലിക് ഗ്രാഫ് ഒക്കെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് ലാംഗ്വേജസ് ആണ്. അപ്പൊ ഈ ഇന്റർമീഡിയറ്റ് ലാംഗ്വേജസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 അഡ്രസ് കോഡിന്റെ അകത്ത് നമ്മൾ ഈ 3 അഡ്രസ് കോഡ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ള, ആക്ച്വലി അത് 3 ടെക്നിക്ക് ഉണ്ട്, ക്വാഡ്രപ്പിൾസ്, ട്രിപ്പിൾസ് ആൻഡ് ഇൻഡയറക്റ്റ് ട്രിപ്പിൾസ്. അപ്പൊ അങ്ങനെ ആക്ച്വലി 3 മെത്തേഡ്സ് ഫോർ ഇംപ്ലിമെന്റിംഗ് 3 അഡ്രസ് കോഡ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് സിലബസിൽ ഇൻഡയറക്റ്റ് ട്രിപ്പിൾസ് എടുത്ത് പറഞ്ഞിട്ടില്ല, അപ്പൊ അത് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരില്ല. 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ക്വാഡ്രപ്പിൾസും അതുപോലെ ട്രിപ്പിൾസും, ഈ 2 മെത്തേഡാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ 3 അഡ്രസ് കോഡിന്റെ ഇംപ്ലിമെന്റേഷൻ അത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നിന്ന്, ഈ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് മിക്കവാറും കാണാറുള്ള ഒരു ചോദ്യമാണ്, ഒരു എക്സ്പ്രഷൻ തരും, എന്നിട്ട് ആ എക്സ്പ്രഷന്റെ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറയും. മേ ബി അവർ 2 സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഡയറക്റ്റ് അസൈക്ലിക് ഗ്രാഫ് വരക്കാൻ വേണ്ടി പറയാം. അതുപോലെ തന്നെ ആ എക്സ്പ്രഷന്റെ 3 അഡ്രസ് കോഡ് ക്വാഡ്രപ്പിൾ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ട്രിപ്പിൾ ഫോർമാറ്റിലൊക്കെ 3 അഡ്രസ് കോഡ് എഴുതാൻ പറഞ്ഞുകൊണ്ട് വരാം. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും കാണാറുള്ള ഒരു മോഡലാണ്.
Now let's come over to the fifth module. അപ്പൊ ഫിഫ്ത് മൊഡ്യൂളിലാണ് നമ്മൾ ഫേസസ് ഓഫ് ദ കമ്പൈലറിന്റെ ലാസ്റ്റ് 2 ഫേസസ്, അതായത് കോഡ് ഒപ്റ്റിമൈസേഷൻ അതുപോലെ തന്നെ കോഡ് ജനറേഷൻ. ആ ലാസ്റ്റ് 2 ഫേസസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 5ലാണ്. അപ്പൊ നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാം, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കോഡ് ഒപ്റ്റിമൈസേഷനും ദെൻ ദ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കോഡ് ജനറേഷനും ആണ്. അപ്പൊ ഈ കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കോഡിനെ ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറയുന്നത് കോഡിനെ ബെറ്റർ ആക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. കുറെ കൂടി ബെറ്റർ കോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്. മേ ബി ഇൻ ടേംസ് ഓഫ് സ്പീഡ് ആയിരിക്കാം, അതായത് കുറെ കൂടി ഫാസ്റ്റസ്റ്റ് ആയിട്ട് റണ്ണിങ് ആയിട്ടുള്ള ഒരു കോഡ് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നാണെങ്കിൽ മേ ബി ഫോർ ടേക്കിംഗ് ലെസ് സ്പേസ് ആയിരിക്കാം, മെമ്മറി സ്പേസ് കുറവുള്ള കോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ബെറ്റർ കോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് എങ്ങനെയൊക്കെയാണ് ഈ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്, എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ കാണുന്നത്. അപ്പൊ അതിൽ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഒപ്റ്റിമൈസേഷൻ ഫസ്റ്റ് നമ്മൾ ഈ പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ബേസിക് ബ്ലോക്സ് എന്താണ്, ഇതിന്റെ കോഡ് ഒപ്റ്റിമൈസേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് പഠിക്കേണ്ടതാണ് ബേസിക് ബ്ലോക്ക് എന്താണ്. ഇപ്പൊ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ അതിലെ ബേസിക് ബ്ലോക്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ ബേസിക് ബ്ലോക്സ് യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലോ ഗ്രാഫ് വരക്കുക. ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ അതിൽ ഏതൊക്കെ ഭാഗത്ത് ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കുന്നത്. പിന്നെ അതുപോലെ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. മെഷീൻ ഡിപ്പെൻഡന്റ് ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, മെഷീൻ ഇൻഡിപെൻഡന്റ് ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. ഇപ്പൊ മെഷീൻ ഡിപ്പെൻഡന്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ കോഡ് ജനറേഷൻ കഴിഞ്ഞിട്ടാണ് ചെയ്യാറ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇവിടെ നമുക്ക് 6 ഫേസസ് ആണ് കാണുന്നത്, പക്ഷെ ചില ടെക്സ്റ്റ് ബുക്കിൽ ഇത് 7 ഫേസസ് ആയിട്ട് കാണാന്ന് പറഞ്ഞില്ലേ. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് 5ാമത്തെ ഫേസ് ആയിട്ടല്ലേ കാണുന്നത്. 5th ഫേസ് ഈസ് കോഡ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് ദ 6th ഫേസ് ഈസ് കോഡ് ജനറേഷൻ. അങ്ങനെ നമുക്ക് 6 ഫേസസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ ചില ടെക്സ്റ്റ് ബുക്കിൽ 7th ഫേസ് ആയിട്ട് ഒരു കോഡ് ഒപ്റ്റിമൈസേഷനും കൂടി ഉണ്ടാവും. അതായത് ഈ കോഡ് ജനറേഷന് ശേഷം ഒരു കോഡ് ഒപ്റ്റിമൈസേഷനും കൂടി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ കോഡ് ഒപ്റ്റിമൈസേഷന് നമ്മൾ മെഷീൻ ഡിപ്പെൻഡന്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും. അതായത് മെഷീൻ കോഡിന് ഇപ്പൊ നമുക്ക് കോഡ് ജനറേറ്റ് ചെയ്ത് കോഡ് ജനറേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ടാർഗറ്റ് പ്രോഗ്രാം. അതാണ് മെഷീൻ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കോഡ്. ആ കോഡിൽ ചെയ്യുന്ന ഒപ്റ്റിമൈസേഷൻ ആണ് മെഷീൻ ഡിപ്പെൻഡന്റ് കോഡ് ഒപ്റ്റിമൈസേഷൻ. അപ്പൊ അത് ഓരോ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ മെഷീൻ അനുസരിച്ച് അത് ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് കോഡ് ജനറേഷന് മുന്നേ നമ്മൾ ചെയ്യുന്ന കോഡ് ഒപ്റ്റിമൈസേഷൻ, അതായത് ഈ ഫിഗറിൽ 5th ഫേസ് ആയിട്ട് നമുക്ക് ഇപ്പൊ കാണുന്ന കോഡ് ഒപ്റ്റിമൈസേഷൻ ആണ് മെഷീൻ ഇൻഡിപെൻഡന്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഒപ്റ്റിമൈസേഷൻ മെഷീൻ ഇൻഡിപെൻഡന്റ് കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്റർമീഡിയറ്റ് കോഡിലാണ് ചെയ്യുന്നത്. 4th ഫേസ് ആയ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇന്റർമീഡിയറ്റ് കോഡ് അത് മേ ബി 3 അഡ്രസ് കോഡ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഡയറക്റ്റ് സൈക്ലിക് ഗ്രാഫ് ആയിരിക്കാം, എന്താണോ പോസ്റ്റ്ഫിക് നൊട്ടേഷൻ ആയിരിക്കാം, എന്താണോ നമ്മളുടെ ഇന്റർമീഡിയറ്റ് കോഡ്, ആ കോഡിൽ നമ്മൾ ചെയ്യുന്ന ഒപ്റ്റിമൈസേഷൻ ആണ് ഈ ഫിഗറിൽ കാട്ടിയേക്കുന്നത്. ഇതാണ് മെഷീൻ ഇൻഡിപെൻഡന്റ് കോഡ് ഒപ്റ്റിമൈസേഷൻ. ഇനി അതിനുശേഷം നമ്മൾ കോഡ് ജനറേഷൻ ചെയ്യും. കോഡ് ജനറേഷന് ശേഷം ഒപ്റ്റിമൈസേഷൻ ചെയ്യുകയാണെങ്കിൽ അത് മെഷീൻ ഡിപ്പെൻഡന്റ് ഒപ്റ്റിമൈസേഷൻ. അപ്പൊ അങ്ങനെ 2 തരത്തിലുള്ള കോഡ് ഒപ്റ്റിമൈസേഷൻസ് ആണ് ഉള്ളത്. പിന്നെ അതുപോലെ ലോക്കൽ ആൻഡ് ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു ബേസിക് ബ്ലോക്കുകളെ പറ്റി പഠിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ബേസിക് ബ്ലോക്കിന്റെ അകത്ത് മാത്രമുള്ള ഒപ്റ്റിമൈസേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ ലോക്കൽ ഒപ്റ്റിമൈസേഷനും, അതല്ല ഒന്നിലധികം ബേസിക് ബ്ലോക്കുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ, അതായത് ഒരു ബേസിക് ബ്ലോക്കിന്റെ പുറത്തോട്ടും നമ്മൾ നോക്കിയിട്ടാണ് അതിന്റെ ഫ്ലോ ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യണമെങ്കിൽ അത് ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കും ആയിരിക്കും. അപ്പൊ ആ ടെക്നിക്സ് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഒപ്റ്റിമൈസേഷനിൽ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒപ്റ്റിമൈസേഷന്റെ ഡിഫറെന്റ് ടെക്നിക്സുകളൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോ കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ, ഡെഡ് കോഡ് എലിമിനേഷൻ, കോൺസ്റ്റന്റ് ഫോൾഡിംഗ്, സ്ട്രെങ്ത് റിഡക്ഷൻ, കോപ്പി പ്രൊപ്പഗേഷൻ, കോഡ് മോഷൻ, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് കോഡ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കുകൾ നമ്മൾ ഇതിൽ പഠിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കുകൾ ചോദിച്ച് കാണാറുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ കൂടുതലായിട്ടും എടുത്തു ചോദിച്ച് കാണാറുള്ളതാണ് ലൂപ്പിന്റെ ഒപ്റ്റിമൈസേഷൻ. നോർമൽ പ്രോഗ്രാം അല്ലാണ്ട് പ്രോഗ്രാമിന്റെ അകത്ത് ഒരു ലൂപ്പ് ഉണ്ടെന്നാണെങ്കിൽ ആ ലൂപ്പിനെ ഒപ്റ്റിമൈസ് ചെയ്യണം. ലൂപ്പിന് വേണ്ടിയിട്ട് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സുകൾ ഉണ്ട്. അതായത് ലൂപ്പ് ജാമിങ്, ലൂപ്പ് അൺറോളിങ്, അങ്ങനെ കുറെ ലൂപ്പിന് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ഉണ്ട്. അത് മാത്രമായിട്ട് എടുത്തു ചോദിച്ചൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമിന് കണ്ടിട്ടുണ്ട്.
ഇനി നമ്മുടെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കോഡ് ജനറേഷൻ ആണ്. അപ്പൊ കോഡ് ജനറേഷന്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇഷ്യൂസ് ഇൻ ദ ഡിസൈൻ ഓഫ് എ കോഡ് ജനറേറ്റർ. അതായത് നമ്മൾ ഈ കോഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറച്ച് ഇഷ്യൂസ്, അതായത് നമ്മൾ മെമ്മറീനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, നമ്മൾ രജിസ്റ്റേഴ്സിന് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മൾ ഇപ്പൊ ഒരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഇവാലുവേഷൻ ഓർഡർ എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ടാർഗറ്റ് ലാംഗ്വേജിനെ പറ്റിയിട്ട് പഠിക്കും. ആൻഡ് ഫൈനലി സിമ്പിൾ കോഡ് ജനറേറ്റർ. ഈ കോഡ് ജനറേഷന്റെ കേസ് നോക്കുമ്പോൾ ഈ സിമ്പിൾ കോഡ് ജനറേറ്റർ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആട്ടോ. കാരണം ഇതിന്റെ അകത്ത് നമ്മൾ ഒരു കോഡ് ജനറേഷൻ അൽഗോരിതം പഠിക്കുന്നുണ്ട്. ആ കോഡ് ജനറേഷൻ അൽഗോരിതം മിക്കവാറും എക്സാംസിന് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് കമ്പൈലർ ഡിസൈൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് അഹോ, രവി ആൻഡ് ഉൾമാൻ ഇവരുടെ കമ്പൈലേഴ്സ് പ്രിൻസിപ്പൽ ടെക്നിക്സ് ആൻഡ് ടൂൾസ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയേക്കുന്നത്. അത് തന്നെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേലിസ്റ്റിൽ ഞാൻ കംപ്ലീറ്റ് 5 മൊഡ്യൂൾസും കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ നിങ്ങൾ ഈ പ്ലേലിസ്റ്റ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നല്ലപോലെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആണ്, മാർക്ക് സ്കോർ ചെയ്യാനും ഈസിയർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാംസിന് മാത്രമല്ല ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും, ഇപ്പൊ നെറ്റ് ആയിക്കോട്ടെ, ഗേറ്റ് ആയിക്കോട്ടെ, ഏതൊരു എക്സാം ആയാലും ഈ ഒരു സബ്ജക്ട് ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു സെയിം സിലബസ് തന്നെ ഫോളോ ചെയ്താൽ മതി. അങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള PYQസും ഫ്രീക്വന്റ് ആയിട്ട് ആസ്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അതിനൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. അഥവാ ഈ ഒരു സബ്ജക്റ്റിന്റെ നോട്ട് നിങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ നോട്ട്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെയിൽ മീ അറ്റ് edumendo2016@gmail.com. ഓക്കെ, സോ ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം എജുമെൻഡോ.